പുണ്യാളൻ മുഖ്യമന്ത്രിയുടെ കാലഘട്ടത്തിൽ ലീഗും കോൺഗ്രസും ചേർന്ന് കേരളത്തിന്റെ DGP ആയി വാഴിച്ച ഒരു മുതലുണ്ടല്ലോ, സെൻകുമാർ. ഇന്നിപ്പോ സംഘപരിവാറിന്റെ ശാഖകൾ നിരങ്ങി നടപ്പുണ്ട്. ആ മഹാൻ ഇന്നിപ്പോ അടിച്ചൊരു സ്റ്റേറ്റ്മെന്റ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുകയാണ്. ഒന്ന് ശ്രദ്ധിച്ചേ. ആ വാചകം ശ്രദ്ധിക്കുന്നതിന് മുന്നോടിയായിട്ട് ഒരു വാചകം പിന്നെ ആലോചിക്കുക. കേരളത്തിൽ UDF അധികാരത്തിൽ ഇരുന്ന സന്ദർഭത്തിൽ പോലീസ് സേനയിൽ തലപ്പത്തേക്ക് കൊണ്ടുവന്ന വ്യക്തിയുടെ രാഷ്ട്രീയം എന്തായിരുന്നു എന്നും അദ്ദേഹത്തെ പിണറായി സർക്കാർ വന്നപ്പോൾ മാറ്റിയപ്പോൾ ഇവർ ഈ നാട്ടിലുണ്ടാക്കിയ കോലാഹലങ്ങൾ, ആര്, ലീഗും കോൺഗ്രസും ചേർന്നുണ്ടാക്കിയ കോലാഹലങ്ങൾ മറക്കരുത്. ആ വ്യക്തി പറഞ്ഞ വാചകം ഒന്ന് നോക്കിയേ. നരേന്ദ്രമോദി സർക്കാർ വന്നില്ലായിരുന്നെങ്കിൽ ഇന്ത്യ ഒരു ഇസ്ലാമിക രാജ്യമായി മാറിയേനെ. എന്താണ്? നരേന്ദ്രമോദി സർക്കാർ വന്നില്ലായിരുന്നെങ്കിൽ ഇന്ത്യ ഒരു ഇസ്ലാമിക രാജ്യമായി മാറിയേനെ. കേരളത്തിൽ ഇപ്പോൾ പുറത്തുനിന്ന് പോലീസിൽ സംഘപരിവാർ വൽക്കരണം വരുന്നുണ്ടെന്ന് മോങ്ങുമ്പോൾ സ്വാഭാവികമായിട്ട് ഇന്നലെ ഇവരെയൊക്കെ തലപ്പത്തിരുത്തി ആ സംഘപരിവാറുകാരെ എല്ലാം കീ പോസ്റ്റുകളിലേക്ക് എത്തിച്ച് അവരെല്ലാം പ്രൊമോഷനൊക്കെ കൊടുത്ത് സേഫ് ആക്കിയത് ആരാണ്? അത് പുണ്യാളൻ മുഖ്യമന്ത്രിയും ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയും ഒപ്പം കുഞ്ഞാപ്പയും കൂടി ചേർന്നാണ്. അവർ ചെയ്തതിന് ശേഷം ഇന്നിപ്പോ അതിനെയെല്ലാം പൊളിച്ചടുക്കി ശരിയാക്കി കൊണ്ടുവരുമ്പോൾ അതിന്റെ അനുരണനങ്ങൾ കാണുമ്പോഴുള്ള നിങ്ങളൊന്ന് ആലോചിക്കുക. കേരളത്തിലെ പോലീസ് ഇങ്ങനെയൊക്കെ ആയിരുന്നു. ഇതിനെയാണ് കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഇത്രയെങ്കിലും മാറ്റം വരുത്തി കൊണ്ടുവരാൻ കഴിഞ്ഞത്. പൂർണ്ണമായി മാറിയിട്ടുണ്ടെന്ന് ആരും അവകാശവാദം ഉന്നയിക്കുന്നില്ല. ഇതും പോരാഞ്ഞിട്ട് സർക്കാരിനെതിരെ ഇവർ ആയുധമാക്കി ഉയർത്തിയിരുന്ന വേറൊരു മുതലുണ്ടായിരുന്നു, ജേക്കബ് തോമസ്. മറന്നുപോയോ? ആ ജേക്കബ് തോമസ് കഴിഞ്ഞ ദിവസം ഒരു പ്രതികരണം നടത്തിയത് നിങ്ങൾ അറിഞ്ഞല്ലോ. അതായത് അടുത്ത മാസം തൊട്ട് അദ്ദേഹം പരിപൂർണമായി ശാഖയിൽ ചേർന്ന് കാക്കി നിക്കറുവിട്ട് ഈ നാട്ടിൽ RSS പ്രചാരകനാകാൻ പോവുകയാണ് എന്നുള്ള കാര്യം. അപ്പോൾ ഇന്നലകളിൽ ഈ സർക്കാരിനെതിരെ ഇവർ ഉപയോഗിച്ചിരുന്ന ആയുധങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് ആലോചിച്ച് മനസ്സിലാക്കാവുന്നതാണ്. ഇന്നിപ്പോ ഈ നാട്ടിൽ DGP ആയിട്ടിരുന്ന ഒരു വ്യക്തി അന്ന് ആ പദവിയിലിരുന്ന സന്ദർഭങ്ങളിൽ ലീഗിന്റെയൊക്കെ തണലോടുകൂടി മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട കേസുകളൊക്കെ എങ്ങനെയായിരിക്കും കൈകാര്യം ചെയ്തിട്ടുണ്ടാവുക എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. അത് അദ്ദേഹം സ്വീകരിക്കുമ്പോഴെല്ലാം അദ്ദേഹത്തിന് ഭരണത്തിന്റെ തണലുണ്ടാകുന്ന സാഹചര്യം ഉണ്ടായി. ഈ സെൻകുമാറിനെയാണ് പിണറായി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ തൂക്കി എറിഞ്ഞത്. പിന്നീട് ആ കേസുമായി ബന്ധപ്പെട്ട് നിയമയുദ്ധത്തിന് ശേഷം ആ കസേരയിലേക്ക് സെൻകുമാർ മടങ്ങി വരികയും ചെയ്തു. അന്ന് സഭയിൽ പിണറായി പറഞ്ഞൊരു വാചകമുണ്ട്, പ്രതിപക്ഷത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട്, നിങ്ങൾ വിചാരിക്കുന്ന ആളല്ല, അയാൾ എവിടെയാണെന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോകരുത് എന്ന രീതിയിൽ വളരെ ശക്തമായിട്ടുള്ള മുന്നറിയിപ്പ് കൊടുത്തിട്ടും അവർ വഴങ്ങിയില്ല. സെൻകുമാറിന് വേണ്ടി അവർ മുറവിളി ഉയർത്തി സേഫാക്കി ഒടുവിൽ അദ്ദേഹത്തെ RSSന്റെ പാളയത്തിൽ എത്തിച്ചു. ആരെങ്കിലും തെറി വിളിക്കുന്നത് നിങ്ങൾ കണ്ടോ? സുകുമാരൻ നായർക്കെതിരെ ഇപ്പോ ഇടതനുകൂല നിലപാട് സ്വീകരിച്ചതിന്റെ പേരിൽ ഉറഞ്ഞു തുള്ളുന്ന ഏതെങ്കിലും വ്യക്തികൾ TP സെൻകുമാറിനെ ഇതുവരെ വാക്കുകൊണ്ടോ ഏതെങ്കിലും എഴുത്തുകൊണ്ടോ എങ്കിലും നോവിക്കുന്നത് കണ്ടിട്ടുണ്ടോ? ആകെ വിമർശിക്കാറുണ്ട്. ആര്? ഇടതുപക്ഷ അനുകൂല നിലപാടുകാർ. അതിനപ്പുറത്തേക്ക് കോൺഗ്രസുകാരോ ലീഗുകാരോ, എന്തിനേറെ പറയുന്നു മൗദൂദികൾ പോലും ഇവർക്കെതിരെ ഒന്നും വായി തുറക്കാറില്ല. അവിടെ മനസ്സിലാക്കുക, കേരളത്തിലെ ഉദ്യോഗസ്ഥ തലത്തിലുള്ള സംഘ അനുകൂലികൾ വളരെ സൈലന്റ് ആയിരിക്കുന്നത് എന്തുകൊണ്ടെന്നാൽ അവരിൽ ചിലരുടെ കൂടി ആവശ്യമാണ് ഈ ഭരണം മാറുക. എന്നാൽ മാത്രമേ സ്വതന്ത്രമായിട്ട് നമ്മുടെ RSS വൽക്കരണം അങ്ങ് വേഗത്തിലാക്കാൻ പറ്റുള്ളൂ. ഈ സർക്കാർ ഇരിക്കുന്നത് കൊണ്ട് അത് നടക്കുന്നില്ല. അതിനുവേണ്ടിയാണ് ഈ അടുത്ത ദിവസം തന്നെ ദേവസ്വത്തിനകത്ത് നിന്ന് ഒരു വികാരം ഉണ്ടാക്കാൻ വേണ്ടി സ്വർണം അടിച്ചോണ്ട് പോയവൻ തന്നെ പുറത്ത് വാർത്ത കൊടുക്കുന്നു, പരാതിക്കാരനാകുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടത്. ഇതൊക്കെയാണ് സുഹൃത്തുക്കളെ ഈ നാട്ടിലെ UDF ലീഗിന്റെ തണലിൽ നിൽക്കുന്ന, അവർ വരണമെന്ന് ആഗ്രഹിക്കുന്ന ചിലരുടെയൊക്കെ രാഷ്ട്രീയം. വിരമിച്ചതിന് ശേഷം അവർ സമൂഹത്തിന്റെ മുന്നിൽ തുറന്നു കാട്ടപ്പെടുമ്പോൾ അല്ലെങ്കിൽ സ്വയം പ്രഖ്യാപിക്കുമ്പോൾ അവരെല്ലാം ആരായിരുന്നു, അവരുടെ ഉദ്ദേശം എന്തായിരുന്നു എന്ന് ഈ സമൂഹത്തിന് ചിന്തിക്കാനും വിലയിരുത്താൻ കൂടി കഴിയുന്നവരാണ്. ഇത്രമാത്രം മതവർഗീയത മനസ്സിൽ സൂക്ഷിച്ച പലരെയുമാണ് UDFന്റെ സർക്കാരിന്റെ കാലത്ത് അവർ വിശ്വസ്തരായി കൊണ്ടു നടന്നു എന്നുള്ള കാര്യം ആരും മറന്നു പോകരുത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഈ സ്റ്റേറ്റ്മെന്റ് ഇപ്പോൾ ഇങ്ങനെ തുറന്നു കാട്ടിയത്.